സുബ്ബു ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. കിച്ചൺ എഞ്ചിനീയറിംഗിന് ചേർന്നെന്ന് പറഞ്ഞപ്പോഴേ അവൻ പറയാ കോഴ്സ് കഴിഞ്ഞാലുടൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന്. നല്ല കാര്യായി. അവന് അതിനൊന്നും തീരെ താല്പര്യം കാണില്ല. പഠിക്കാന്ന് സമ്മതിച്ചത് തന്നെ അവന്റെ അപ്പയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. ആ അലമാരിയുടെ അടിയിലത്തെ ട്രോയിലുണ്ട്. മുണ്ട കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അടുത്ത് വിളിക്കും മുമ്പേ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞേക്ക്. ആ പേഴ്സും ആ മേശയ്ക്കകത്തുണ്ട്. കണ്ടു. അമ്മോ അമ്മോ, അവൾ എഴുന്നേറ്റിട്ടില്ല. കച്ചേരിയും കഴിഞ്ഞ് കൂടെ വന്നതും കുളിയും ജപവും കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ക്ലാസ് തുടങ്ങി. ഇവനെയൊക്കെ ഇല്ല തല്ലും ഞാൻ. മാഷ് തല്ലത്തില്ല എന്ന് എനിക്കറിയാം. ഒരു 10 മിനിറ്റ് കൂടെ തല്ലും ഞാൻ. എന്നെ പറ്റിക്കണ്ട മാഷേ, ഞാൻ ഉണരത്തില്ല. അപ്പൊ മാഷ് തല്ലുവല്ലേ? പോയി കുളിച്ച് അമ്പലത്തിൽ പോടാ. ഒരു സോപ്പ് മുഴുവൻ അവന്റെ കിച്ചന്റെ പേരിൽ ഒരു അർച്ചന കൂടി കഴിച്ചേക്കണം. ട്യൂഷൻ കഴിഞ്ഞോടാ? നമസ്കാരം മാഷേ. ഇന്നലെ കച്ചേരി കഴിഞ്ഞ് കിച്ചൺ എത്തിയപ്പോ മണി 2 അതോടെ തന്റെ ഉറക്കം പോയില്ലേ? അതല്ല, അതിലും വലിയ സന്തോഷമല്ലടോ. തിരിച്ചെത്തിയെന്ന് അവൻ അറിയിച്ചുകൊണ്ടുള്ള മൃദംഗമായനി ശ്രീയുടെ മുറിയിലെ ലൈറ്റിടലും. അതാടോ സ്നേഹം, പ്രേമം. അവര് കല്യാണം കഴിച്ച് കാണണം നമുക്ക് മാത്രം തോന്നിയാ മതിയോ? അവർക്കൂടെ തോന്നണ്ടേ? തോന്നി. ദൈവാനുഗ്രഹം. പോകരുത്, എനിക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പറഞ്ഞോ. കൃഷ്ണനോട് മാത്രല്ല, കിച്ചനോടും. അല്ല, കിച്ചേട്ടൻ പോയി കഴിഞ്ഞാ കുട്ടികൾക്ക് വിഷമാവില്ലേ? ഒരു വിഷമവും. എന്നേക്കാ നല്ലൊരു വിദ്വാനെ ഞാൻ അവർക്ക് കണ്ടുവച്ചു. അതാ ഇപ്പൊ കാര്യം. ഉപേക്ഷിച്ചു പോകുന്ന ആൾക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഈ എറണാകുളത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു 10,000-4000 കിലോമീറ്റർ ഉണ്ടാവും. എന്റെ ശ്രീ, നിനക്ക് കാണണമെന്ന് തോന്നുമ്പോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനിങ്ങെത്തും. പോരെ? അമ്മോ. ഹലോ, ശ്രീയേച്ചി, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോണ്ടിരിക്ക. കിച്ചേട്ടന് ഇപ്പൊ തന്നെ 7 ദോശ കഴിച്ചു. ഇപ്പൊ 8. അപ്പാ, സ്കൂൾ സൊസൈറ്റിയുടെ ഫയൽ എടുക്കുന്ന ശ്രീഞങ്ങൾ പറഞ്ഞു. പിന്നെ അയാള് പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഓർക്കാൻ. ഇങ്ങോട്ട് അമ്മ, എന്റെ പ്ലേറ്റ് എടുക്കല്ലേ? വേണ്ട, എനിക്ക് കോളേജിൽ പോണം. ഹലോ കിച്ചേട്ടാ. എന്താന്ന് വെച്ചാ വേഗം കൊടുക്കണം. അവിടെ കോളേജിൽ പോട്ടെ. അത് വരുന്നു എന്റെ മാമൻ. രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നാട്ടിലെ രാമൻ, വീട്ടിലെ രാവണൻ. ഇന്നലെ എന്തായിരുന്നു? ഓ, അതൊക്കെ അളിയനെ വിളിച്ച് പറഞ്ഞോ? ഇന്നലെ ലതാന്റി എന്തൊരു കരച്ചിലായിരുന്നു. അതെ, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓ, പിന്നെ ഡ്രസ് എടുക്കാൻ പോണെങ്കിൽ നേരത്തെ വരണം. എന്താ ഒരു നിന്റെ മുഖം കണ്ടാത്തൊന്നും വണ്ടി വഴി വെച്ച് പഞ്ചറാക്കിയത് ഞാനാണെന്ന്. ദേ, ദാമ്പത്യവും പഞ്ചറും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അവര് വരുന്നുണ്ട്. ചിരിച്ചോ ചിരിച്ചോ. എന്റെ അളിയാ, കൊച്ചിന്ന് നടന്ന ഇതിലും വേഗം എത്തുമല്ലോ. ലക്ഷ്മിക്കുട്ടിയെ, എത്ര നേരം അറിയോ കാത്തിരിക്കണു? ഈ റോഡ് മുഴുവൻ എന്ത് ബ്ലോക്ക് ആയിരുന്നറിയോ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ ഞാനിത് കേൾക്കണം. 85,000-ന്റെ കാർ വേണോ 8.5 ലക്ഷത്തിന്റെ കാർ വേണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചതാ. അപ്പൊ അവള് പറഞ്ഞു 85,000-ന്റെ കാർ മതി, നമുക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, ബാക്കി കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാവുന്നു. എന്നാ എന്റെ അമ്മോ, പറയണ പറച്ചിലേട്ടില്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു പറഞ്ഞു കൊടുക്കട്ടെ? എന്നാ പിന്നൊന്ന് പറ, ഞങ്ങളോടൊന്ന് അറിയട്ടെ. അല്ല, അന്ന് കല്യാണത്തിന് കഴുത്തിലിട്ട 4 മാലയും 15 വളയും 3 കൊല്ലായിട്ടെ ബാങ്കിലങ്ങ് ഫിക്സഡ് പണയത്തില്ല അല്ലേ? സ്വർണ്ണം ബാങ്കിൽ കിടന്ന സേഫ് ആയിരിക്കും, കള്ളന്മാർ കൊണ്ടുപോയില്ല. അലയഞ്ചിരിക്കണ്ട, പെണ്ണെത്തുമ്പോ അറിയും. നോക്ക വിശക്കുന്നുണ്ടല്ലേ? വാ മോളെ, നമുക്ക് അകത്ത് പോവാം. ഇനി ഇവിടെ നിന്ന് അയാൾ പലതും പറഞ്ഞു കൊടുക്കും. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇതാരൊക്കെയാ? വാ വാ വാ. വന ചേച്ചി, ഇതൊക്കെ ആർക്കാടി? കിച്ചേട്ടനാ. കോളേജാണ് മോളെ, പെമ്പിള്ളേർ ഒരുപാടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് ഷൈൻ ചെയ്താലേ അവൻ കയ്യിന്ന് പോവേ. ഞാനും വനജേച്ചിയുടെ കൂടെ വരുമല്ലേ. കിച്ചേട്ടൻ എവിടെ? അവൻ മുറിയിലുണ്ട്.
ആരത്? ലക്ഷ്മി ആ ഹരിയുടെ ഹരിയേട്ടാ ഓ ആ നമസ്കാരം. നമസ്കാരം. എന്താടോ മരുന്ന് കച്ചവടമൊക്കെ തകൃതിയായിട്ട് പോകുന്നോ? കുഴപ്പമില്ല. നിരത്തി പിടിച്ച് മരുന്നുകൾ എഴുതാൻ ഒരുപാട് ഡോക്ടേഴ്സ്, അതെല്ലാം മേടിച്ച് കഴിച്ച് പുതിയ പുതിയ അസുഖങ്ങൾ വരുത്താൻ തയ്യാറായി ധാരാളം പേഷ്യൻസ്. പിന്നെ എന്നെ പോലുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർക്ക് എന്താ പേടിക്കാൻ? നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ചോ, ഫോർട്ട് കൊച്ചി ലിവർ ബാബ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ലിവർ ഫ്രൈ എന്ന് കേട്ടിട്ടുണ്ട്. പൊരിച്ചാൽ പെറുക്കി തന്നെ നല്ല രസ, മൊരുമൊരാന്നിരിക്കും. കളിയാക്കണ്ട, അണ്ണൻ തന്നെ ലിവർ ബാബു. ഓഹോ, ഞാൻ ഫാദർ തെക്കൻ, ഇവിടുത്തെ പ്രിൻസിപ്പലാ. ഹോട്ടൽ ലിവർ അങ്ങനെ അങ്ങ് പോയാലോ? അതെ, ഇവൻ അണ്ണന്റെ പയ്യനാ. ഇവന്റെ സസ്പെൻഷൻ ഇന്ന് പിൻവലിക്കണം. ലിവറെ, ഇവനെ വെറുതെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞതല്ല. ഇവൻ കോളേജ് വന്നതിനേക്കാൾ കൂടുതൽ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്. ആ വാർത്തയുടെ കൂടെയൊക്കെ കോളേജിന്റെ പേരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഒരു ശുദ്ധജല തടാകം അശുദ്ധമാക്കാൻ 2 തുള്ളി T20 മതി. അച്ചോ, കളി ലിവറിനോട് വേണ്ട. മോനെ, നീ ലിവർ ആണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ ഹാർട്ട് ഒരാൾ വേറെ ഉണ്ട്, ഇരുമ്പൻ സുര. അവനെ വിളിച്ചിട്ട് ഫാദർ തെക്കൻ ആരാന്ന് ചോദിച്ചിട്ട് വാ, ഞാൻ ഓഫീസിലുണ്ടാവും. മാറിക്കടാ. അച്ചോ, എന്നെ തിരിച്ചെടുത്തില്ലെങ്കിലേ അച്ഛൻ ഇനി തെക്കോട്ടാണോ വടക്കോട്ടാണോ പോകണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഗുഡ്, അങ്ങനെ വഴിക്കുക. ആൺകുട്ടികളെ എനിക്കിഷ്ടം. ഞാൻ ഓഫീസിലുണ്ടാവും. ടീച്ചേഴ്സുമായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. Poor boy. നീ ഓഫീസിലേക്കല്ലേ, ബാക്കി നമുക്ക് നോക്കാം. എന്നെ നീ തെക്കോട്ടെടുപ്പിക്കുമല്ലടാ. മൂർച്ചയുള്ള കത്തിയുമായിട്ട് മുൻപിലെടുത്ത് നിന്നാലും മുള്ളുന്നവനല്ല ഫാദർ തെക്കൻ. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലൊക്കെ നീ പോയി ഒന്ന് അന്വേഷിക്കേ. ഞാൻ ആരാണെന്ന് പറയും. കുറെ കാലം അവിടുത്തെ ഇടവകെ ഞാൻ ഉണ്ടായിരുന്നു. ഇനി പരിസരത്ത് കണ്ട ഇട്ടിച്ച് നിന്റെ കൂമ്പ് വാട്ടിക്കളയും. തോമാച്ച, ഇവനെ എറിഞ്ഞേക്ക്. തെക്കനച്ഛനോടാ കളി. കർത്താവേ, നിന്റെ ആലയം അശുദ്ധമാക്കിയ കള്ളന്മാരെ നീ ചാട്ടവാറിനടിച്ചു. അതില്ലാത്തതുകൊണ്ട് SMS പിള്ളേരെ ഞാൻ കൈകൊണ്ടടിച്ചു. നീ എന്നോട് പുറക്കണമേ.